ലോക്സഭയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന് പിന്നാലെ രാജ്യത്തെമ്പാടും കൊടുമ്പിരി കൊണ്ട ചർച്ച നടക്കുകയാണ്. മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ ബജറ്റിന് പുറത്ത് വ്യാഖ്യാനങ്ങളും വിമർശനങ്ങളും അരങ്ങുവാഴുന്നു. കേരളമടക്കം പ്രതിപക്ഷ മുന്നണിയിലെ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പാടെ അവഗണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് JDU-വിനൊപ്പം ചേർന്ന് BJP ഭരിക്കുന്ന ബീഹാറിനടക്കം വലിയ പരിഗണനയാണ് ബജറ്റിൽ നിന്ന് ലഭിച്ചത്. ധനമന്ത്രി നിർമ്മല 1.25 മണിക്കൂർ അവസാനിപ്പിച്ചത് ആദായ നികുതി ഇളവ് എന്ന വമ്പൻ പ്രഖ്യാപനവുമായാണ്. മിഡിൽ ക്ലാസിന് ബമ്പറടിച്ച് എന്ന് തോന്നലുണ്ടാക്കുന്ന 12 ലക്ഷം രൂപ വരെ ആദായ നികുതി ഇനിയില്ല എന്ന പ്രഖ്യാപനം നിർമ്മല പ്രഖ്യാപിച്ചതോടെ രാജ്യമെമ്പാടുമുണ്ടായ ഉണർവ് ചെറുതൊന്നുമല്ല. വയനാട് ദുരന്തവും വിഴിഞ്ഞം പദ്ധതിയുമെല്ലാമായി കേന്ദ്ര സഹായം പ്രതീക്ഷിച്ച് കാത്തുനിന്ന കേരളമടക്കം പല സംസ്ഥാനങ്ങളുടെയും സഞ്ചിയിൽ ഒന്നുമിടാതെ കേന്ദ്രം ആദായ നികുതിയിൽ വൻ ഇളവ് കൊടുത്തത് എന്തിനെന്ന ചോദ്യം ഉയരുമ്പോൾ ഉത്തരം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹി എന്ന 3 അക്ഷരത്തിൽ ഒതുങ്ങി നിൽക്കും. ഫെബ്രുവരി 1 നടത്തിയ ബജറ്റ് പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക മിഡിൽ ക്ലാസ്സുകാരെയാണ്. 5-ാം തീയതി രാജ്യതലസ്ഥാനം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഡൽഹിയിലെ വോട്ടർമാരിൽ നല്ലൊരു പക്ഷവും മധ്യവർഗ കുടുംബങ്ങളാണ്. 5-ാം നാൾ നടക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ നിഷ്പ്രഭമാക്കാൻ ധനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം കൊണ്ട് കഴിയുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. ഇൻകം ടാക്സ് സ്ലാബിലെ കണക്കുകളിൽ 1 ലക്ഷം വരെ മാസശമ്പളം മേടിക്കുന്നവർ നികുതി ഭയക്കേണ്ടതില്ലാത്ത നാളുകളിലേക്ക് എത്തിയത് രാജ്യ തലസ്ഥാനത്ത് BJPയെ തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഫെബ്രുവരി 8 വോട്ടെണ്ണൽ ദിനം ഉത്തരം നൽകും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തീർത്ത അഴിമതി വിരുദ്ധ തട്ടകം ഇളക്കിമറിക്കാൻ മദ്യനയ കുംഭകോണ കേസിലൂടെ BJPക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഒപ്പം മധ്യവർഗ പിന്തുണ നേടുന്നതിനായി കെജ്രിവാളിന്റെ ശീഷ് മഹൽ വിവാദം ഉയർത്തിയും BJP കളം പിടിക്കാൻ ശ്രമിച്ചിരുന്നു. അതിന് കരുത്തു പകരുന്നതാണ് നിർമ്മലയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനമെന്ന് BJP വിശ്വസിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിയും ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിന് പിന്നിലുണ്ട്. ശക്തമായ വോട്ട് ബാങ്ക് എന്ന് കരുതുന്ന മിഡിൽ ക്ലാസ്സുകാർ അകന്നത് 2024 പൊതു തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതായി BJP വിശ്വസിക്കുന്നു. ആ അകന്നുപോക്ക് ഇല്ലാതാക്കി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ രാജ്യത്തെ 31% വരുന്ന മിഡിൽ ക്ലാസ്സുകാരെ കയ്യിലെടുക്കാനുള്ള മികച്ച ഉപാധിയായാണ് ഈ ആദായ നികുതി പരിധിയെ ഉയർച്ചയെ BJP കാണുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം 31% വരുന്ന മിഡിൽ ക്ലാസ്സുകാർ അസ്വസ്ഥരാണ് എന്ന തിരിച്ചറിവ് BJPക്ക് കിട്ടിയിട്ടുണ്ട്. നികുതി ചുമത്തൽ താങ്ങാൻ വയ്യാതെ ഈ മധ്യവർഗം തങ്ങളെ തഴയുന്നു എന്ന ഘട്ടത്തിലാണ് BJPയുടെ നികുതി ഇളവ് ബജറ്റ് എന്നതും ശ്രദ്ധേയമാണ്. പ്രത്യക്ഷ നികുതി ഇനത്തിൽ 1 ലക്ഷം കോടി രൂപയാണ് ഇൻകം ടാക്സ് ഇളവിലൂടെ കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിരിക്കുന്നത്. ഡൽഹി പിടിക്കാൻ കോടികളുടെ വരുമാനം വേണ്ടെന്ന് BJP വയ്ക്കുമ്പോൾ തന്നെ എത്രമാത്രം പ്രാധാന്യം അവർ ഈ രാജ്യ തലസ്ഥാനത്തിന് നൽകുന്നുവെന്ന് വളരെ വ്യക്തമാണ്. അതേസമയം ഇത്തരം തട്ടിപ്പുകളിലൂടെ ഡൽഹി പിടിക്കാമെന്ന BJP മോഹം പാഴാകുമെന്നാണ് കോൺഗ്രസും ഇപ്പോഴത്തെ ഭരണകക്ഷിയായ AAPയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എങ്കിലും BJP പ്രതീക്ഷയിലാണ്. 27 വർഷത്തിന് ശേഷം രാജ്യ തലസ്ഥാനം ഒറ്റ ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ കൈപ്പിടിയിലാകുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു.